ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം. ഇന്ന് ഞാൻ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. വീട്ടിൽ മാംഗോ ഉള്ളവർ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്ക്. മാങ്ങാ തെര അല്ലെങ്കിൽ മാങ്ങാ പായ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ റീൽ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു. 3.3 മില്യൺ വ്യൂസ് ആയിരുന്നു അതിന് കിട്ടിയത്. ഓക്കെ, നമുക്ക് എന്തായാലും അതിൻ്റെ റെസിപ്പി കാണാം. ഫസ്റ്റ് ഇതാ നല്ല പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് മിക്സിയിലൊന്ന് ജ്യൂസ് അടിച്ചെടുക്കുക കേട്ടോ. ജസ്റ്റ് മാങ്ങ മാത്രം ഇട്ട് അടിച്ചാൽ മതി, വെള്ളമൊന്നും ചേർക്കണ്ട. എന്നിട്ട് ഇതാ ഒന്ന് അരിച്ചെടുക്കുകയാണ്, അതിൻ്റെ ആ ഒരു നാരൊക്കെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നാരുണ്ടാകുമ്പം അത്ര ഒരു ടേസ്റ്റ് പെർഫെക്റ്റായി കിട്ടില്ല. ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തിൻ്റെ അതിൻ്റെ നാര് കളയുന്നതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അരിച്ചെടുക്കുന്നത്, നല്ല സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതാ നേരെ സ്റ്റൗവിലേക്ക് വെക്കുക. എന്നിട്ട് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് തിക്കായി വരും, ഭയങ്കരമായിട്ട് തിക്കായിട്ടല്ല, കുറച്ചൊന്നൊരു കുറുകി വരൂലേ, ആ ഒരു ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനിടയിൽ ഇതാ ഇവിടെ ഒരാൾ ചെയ്ത പണിയാണ്ടോ, അടുക്കളയിൽ പോയി മൈദ എടുത്ത് കൊടുന്ന് സിറ്റിംഗ് റൂമിൽ സോഫിൻ്റെ ബാക്കിൽ മൈദ വെച്ച് കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മളിതാ ഇതുപോലൊരു വലിയ പ്ലേറ്റിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. നല്ല നൈസായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് പരത്തിയെടുക്കുകയാണ്. ഫസ്റ്റ് ഇതാ ഇതുപോലെയുള്ള പ്ലേറ്റിൽ നമ്മളൊരു കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മാംഗോ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോൻ്റെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. അതായത് നൈസായിട്ട് തന്നെ, ഭയങ്കര കട്ടിയിൽ വേണ്ട, എന്നാൽ ഭയങ്കര നൈസും വേണ്ട കേട്ടോ. എന്നിട്ട് ഇതാ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കുക. ഓയിലൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റെഡിയാവും. അപ്പോൾ ഇതാണ് കേട്ടോ ഇത്രയേ ഉള്ളൂ സംഭവം ഉണ്ടാക്കാനുള്ള പണി. ഞാൻ ആ ഒരു റീൽസായിട്ടും ഷോർട്സായിട്ടും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ അധികം കമൻസ് വന്ന് കുറേ ഷെയറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കേട്ടോ. കമൻസ് കുറേ പേര് നല്ലത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞെങ്കിലും കുറേ നെഗറ്റീവും കണ്ടിട്ടോ. എന്തിനാ നല്ല മാങ്ങേനെ ഇങ്ങനെ കൊണ്ടുപോയി കേട് വരുത്തുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതാ കുറേ അധികം പ്ലേറ്റ്സിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മൾ നല്ല നൈസായിട്ടല്ലേ ഒഴിക്കുന്നത്, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. നമ്മളിങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് ഒരു 2-3 പ്ലേറ്റെങ്കിലും ഉണ്ടാക്കിക്കോ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ കുറച്ച് മാങ്ങ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് ചിലർക്ക് ഇഷ്ടമല്ല, ചിലർക്ക് ഇഷ്ടമാവും. അങ്ങനെയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞൊക്കെ കഴിക്കുമ്പോഴും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ വെയിലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതൊരു 2 ദിവസത്തെ വെയിൽ കിട്ടിയാൽ നല്ല അടിപൊളിയാവും. പിന്നെ വെയിലത്ത് വെക്കുന്നതിനെ പറ്റി ആരൊക്കെ ചോദിച്ചിരുന്നു. വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്ക വരൂലേ, പിന്നെ ഉറുമ്പ് വരൂലേ എന്നുള്ളതൊക്കെ. അത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും, ഇടയ്ക്കൊന്ന് വന്ന് നോക്കിയിട്ട്. അങ്ങനെ ഇതാ നമ്മളെ മാങ്ങാത്തര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിൽ നിന്ന് എടുക്കുകയാണ്. 2-3-4 കുറേ പ്ലേറ്റിൽ നമ്മൾ ചെയ്തല്ലോ. കുറേയൊക്കെ കുട്ടികൾ പെട്ടെന്ന് തന്നെ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. റെഡിയായി അപ്പം തന്നെ അവരെടുത്ത് കഴിച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഈ ഒരു ഐറ്റം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇല്ലേന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. ഇനി നമുക്കൊരു സ്മൂത്തി റെഡിയാക്കാം. ഒരു ഹെൽത്തി സ്മൂത്തിയാണ് കേട്ടോ. റോബസ്റ്റ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കാഷ്യൂ, കുറച്ച് ഈത്തപ്പഴം എല്ലാം കൂടിയിട്ടുള്ളൊരു നല്ല ഹെൽത്തി വേർഷൻ. അതായത് വേറെ ഷുഗറും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ അതാ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് തന്നെ ഇതാ പഴം ആഡ് ചെയ്ത് കൊടുക്കുക. ഓരോന്നായിട്ട് ഇതാ ചെറുതാക്കി ഇങ്ങനെ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈത്തപ്പഴവും നട്ട്സ് അത്തിപ്പഴം ഇടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അത്തിപ്പഴം അടിപൊളിയാണ്, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. ഇത് 3 ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പാലും കൂടി ഒഴിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമ്മൾ അഗാരോൻ്റെ ന്യൂട്രിമിക്സ് പേഴ്സണൽ ബ്ലെൻഡറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല ഹാൻഡി ആയിട്ടുള്ള, അതായത് ചെറിയൊരു ബ്ലെൻഡറാണ്. അത്യാവശ്യം നല്ല പവറും ഉണ്ട്. നമുക്ക് യാത്രയിലൊക്കെ കൊണ്ടുപോകാനും ഒക്കെ പറ്റിയതാണ്. ഇതിൽ 3 ജാർസൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒന്ന് വലിയൊരു ജാറും പിന്നെ മീഡിയം, പിന്നെ ഗ്രൈൻഡിങ് ജാറും ഒക്കെ വരുന്നുണ്ട്. 2 ബ്ലേഡ് വരുന്നുണ്ട്, പിന്നെ ലീഡ് എല്ലാതും ഉണ്ട്. ഞാനിതാ കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുത്തിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. വല്ലാതെ കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഗാരോൻ്റെ ബ്ലെൻഡർ ആവശ്യമുണ്ടെങ്കിൽ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്മൂത്തി എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. ഇനി ഇതൊന്ന് തണുപ്പിച്ചിട്ട് കുടിക്കാം.
ഇത് എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലെ ഫാമിലിയാണ്. ഉമ്മാൻ്റെ തറവാട്ടിലുള്ളവരും എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് കൂടിയതാണ് കേട്ടോ പൊന്നാനി കർമ്മ റോട്ടിൽ. അപ്പോൾ ഇവിടെ വന്ന് ബോട്ടിൽ കയറിയതാണ്. ചെറിയൊരു ബോട്ട് റൈഡൊക്കെ നടത്തി. ഇവിടെ പൊന്നാനിയിൽ അതായത് കർമ്മ റോട്ടിൽ വന്നാൽ ഇഷ്ടം പോലെ ബോട്ട് കാണാം കേട്ടോ. നമുക്ക് ബുക്ക് ചെയ്യാതെ വന്നാൽ തന്നെ കയറാനായിട്ട് പറ്റും. പിന്നെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് മാത്രം ഒരു ബോട്ട് എടുക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇതാ ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞു. ഇവിടെ എത്തി. ഒരു അരമണിക്കൂർ ആയിരുന്നു നമ്മളുടെ റൈഡ്. അങ്ങനെ ഇതെല്ലാവരും കൂടിയിട്ടൊരു ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കലാണ്. താഴെ ഇതാ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ ബോട്ടിൻ്റെ മേലെ നിന്നിരുന്നത്. കുട്ടികൾക്കൊക്കെ ഇവിടെ കളിക്കാനും ഒക്കെ ഉള്ള സ്പേസ് ഉണ്ട്. ബോട്ട് റൈഡൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ചായ കുടിക്കലാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കഫേ തപ്പിപ്പോയി. അങ്ങനെ ഇതാ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല അടിപൊളി സ്നാക്സ് ഉണ്ട്. നല്ല ഫ്രഷ് സ്നാക്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് നമ്മളിതാ കുറച്ചൊക്കെ ഒന്ന് സെലക്ട് ചെയ്യാണ്. എല്ലാവർക്കുള്ള സ്നാക്സൊക്കെ ഓർഡർ ചെയ്തു. ചിക്കൻ പൊട്ടിത്തെറിച്ചത്, ചിക്കൻ റാപ്പ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ, ക്യാരറ്റ് കേക്ക്, എല്ലാതും നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കുള്ള സീറ്റൊക്കെ അറേഞ്ച് ചെയ്ത് ഇരിക്കുകയാണ്. ഇതിൽ ഉമ്മാൻ്റെ സിസ്റ്റേഴ്സ്, അവരെ കുട്ടികൾ, പിന്നെ ബ്രദറിൻ്റെ വൈഫ്, പിന്നെ ഉമ്മാൻ്റെ കസിൻസ്, അതായത് തറവാട്ടിലുള്ള ബാക്കി എല്ലാവരും, അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ഒത്തുകൂടലാണ് കേട്ടോ. ഒരു രസമുള്ള ഈവനിങ് ആയിരുന്നു. ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനായിട്ട് വന്നതാണ്. ചായയും കടിയും ഒക്കെ കഴിച്ച് അപ്പോഴേക്കന്നെ ടൈം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ എത്തുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓൾഡ് സ്കൂൾ ടീ കർമ്മ റോട്ടിലുള്ള ആ ഒരു ഷോപ്പിലേക്കാണ് കേട്ടോ നമ്മൾ വന്നത്. ഇവിടെ നിന്നാണ് ചായയും കടിയൊക്കെ കഴിച്ചത്. നല്ല ഫ്രഷ് സ്നാക്സൊക്കെ ആയിരുന്നു. നെക്സ്റ്റ് ഡേ നമുക്ക് തിരൂരങ്ങാടിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോവുകയാണ്. ഇതെന്താ സംഭവം എന്ന് പറയുക, ഒരു സമ്മർ ക്യാമ്പാണ്. ജസ്റ്റ് ഒരു 1 ഡേ ക്യാമ്പാണ്. അതിൽ ഞാനും നിഷ്കാക്കിയും ഗസ്റ്റാണ്. നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോവിഫൈ പ്രസൻറ്റ് ചെയ്യുന്ന മണ്ണും മനസ്സും എന്ന് പറഞ്ഞിട്ടുള്ള സമ്മർ ക്യാമ്പാണ് ഇത്. തിരൂരങ്ങാടി അവിടെ അടുത്തൊരു പാർക്കിൽ വെച്ചിട്ടാണ് കേട്ടോ നടത്തിയിട്ടുള്ളത്. നനയാണെങ്കിൽ ക്ലാസ്സിന് അത് മാറ്റിയാൽ മതി. കുറേ അസുഖങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും ഈ ഡ്രസ്സ് നനയാതെ നടക്കുക എന്നുള്ളത്. അപ്പൊ ഈ ആരോഗ്യമൊക്കെ ബന്ധപ്പെട്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് എന്താവാൻ ഇഷ്ടം? സയന്റിസ്റ്റ്, ഡോക്ടർ ആയിക്കോട്ടെ. പണ്ട് ഇതേപോലെ ഒരാള് ഒരു 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 മാഷ്, ഒരു സാറ് കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തായിട്ട് ഇരിക്കാനാണ് ആഗ്രഹമാവാൻ ആഗ്രഹിച്ച ഒരാൾക്ക് നമ്മളുടെ ഒരു കർഷകനായാൽ സന്തോഷം ഉണ്ടാവുമോ? ഞാൻ പറഞ്ഞു, കർഷകനായ ഇഷ്ടം ഉണ്ടാവുമോ? ഈ കർഷകനാവാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വലിയ സയന്റിസ്റ്റ് ആവാൻ പറ്റുമോ? ഓരോരുത്തർ ഇഷ്ടം ഉണ്ടാവും അല്ലേ? ഇത് നിഷ്കാക്കാൻ്റെ ബ്രദറിൻ്റെ മോള് ഫിദയാണ്. ഫിദ ഡോക്ടറാണ്. ആളും ഇന്നത്തെ ഇവിടുത്തെ ഗസ്റ്റാണ്. നമുക്ക് അതല്ലാതെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, നമ്മളെ ഭാവിയിലേക്ക് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ അറിയണം. അപ്പം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ വന്നിട്ടുള്ള ഈ സദസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കളിക്കാനുള്ള സമയമാണ്. കളിക്കാനുള്ള സമയം കളിക്കാനും, ബാക്കി ചിന്തിക്കാനുള്ള സമയം ചിന്തിക്കാനും, പഠിക്കാനുള്ള സമയം പഠിക്കാനും ഉപയോഗപ്പെടുത്താൻ നോക്കുക. ഒന്നുകൂടെ സൗണ്ട് പോരാ. ഓ സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പൊ ഇനി നമ്മളോട് ഇന്നത്തെ ഈ ക്യാമ്പിൻ്റെ പേര് മണ്ണും മനസ്സും എന്നാണ്. അതായത് മണ്ണിനോട് ചേർന്ന് കുട്ടികൾ കളിക്കട്ടെ എന്നുള്ള രീതിയിൽ. അതായത് ഒരു ദിവസം ഫോണും ബാക്കി അതുപോലെയുള്ള സംഭവങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ദിവസം. നമ്മൾ പണ്ടൊക്കെ ചെറുതാവുമ്പോൾ കളിച്ചിരുന്ന ആ കളികൾ കുട്ടികളെ പരിചയപ്പെടുത്തലും കൂടിയിട്ടാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത് ഞാനവിടെ കണ്ട്. എൻ്റെ കെൻസും കൈഫും കേശിയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ അത്രയും നന്നായിട്ടാണ് എൻജോയ് ചെയ്തത്.
കുട്ടികൾക്ക് ഇതാ ഇവിടെ ഒരു കട പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറുതാകുമ്പോൾ പണ്ട് കളിക്കൂലേ, കുറ്റിപ്പുര പോലെയൊക്കെ കെട്ടിയിട്ട് അതുപോലെയുള്ള സംഭവങ്ങൾ, പിന്നെ കോട്ടിക്കളി, അങ്ങനെ കുറേ പണ്ടത്തെ ഗെയിംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ടയർ ഇങ്ങനെ ഉരുട്ടിയിട്ടുള്ളത്, അതൊക്കെ പുതിയ ജനറേഷൻ, പുതിയ കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിചയപ്പെടുത്തൽ, ഇതുപോലെ പ്ലാവിലയിൽ ഇങ്ങനെ കഞ്ഞി കുടിക്കൽ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാവരും എൻജോയ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള പ്രോഗ്രാംസൊക്കെ നടത്തിയിട്ടുള്ളത് നോവിഫൈ എന്നുള്ളൊരു സംഭവമാണ്. എന്തായാലും ഇത് നടത്തിയ സംഘാടകരോടാണ് കേട്ടോ ഒരു പ്രത്യേക നന്ദി പറയാനുള്ളത്. കുട്ടികളെ അവരുടെ ആ ഒരു ദിവസം സ്പെഷ്യലാക്കിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസൊക്കെ പറയുക.